വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബിഗ് ടിവിക്ക്. കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒട്ടനവധി കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട്. കുട്ടികൾ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ നമസ്കാരം. ഇങ്ങനൊരു വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രതികരിക്കണമെന്ന് തോന്നി? അല്ലെങ്കിൽ എത്ര പേര് പ്രതികരിച്ചു? അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ട് എന്താണ് കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കൊച്ചു കേരളത്തിൽ, അതായത് 100% വിദ്യാസമ്പന്നരായ പ്രബുദ്ധരായ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ജില്ലയിൽ നടന്ന മരണമാണ്. 28 നിഷ്കളങ്കരായ കൊച്ചു കുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നിട്ട് എന്ത് അന്വേഷണം നടന്നു? അല്ലെ എത്ര പേരറിഞ്ഞ്? എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു? നീണ്ട 6-7 വർഷം കൊണ്ട് നടന്ന സംഭവം നിങ്ങളിൽ എത്ര പേര് അറിഞ്ഞു കാണും? ഇത് നേരെ മറിച്ച് ബീഹാറിലോ യു.പിയിലോ ആണോ ആയിരുന്നുവെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? എത്രമാത്രം പ്രക്ഷുബ്ധമായേനെ നമ്മുടെ നഗരങ്ങളും നമ്മുടെ ഗ്രാമങ്ങളും ഒക്കെ സമരങ്ങൾ കൊണ്ട്. അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പ്രമുഖരും അതേ സാംസ്കാരിക നായകന്മാരും സെലിബ്രിറ്റികളും ഒക്കെ പന്തം കൊളുത്തി പ്രകടനം വരെ നടത്തിയേനെ. നമ്മുടെ കൊച്ചു കേരളത്തിൽ, അതായത് 3-3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ പാലക്കാട് എന്ന് പറയുന്ന ജില്ലയിൽ നടന്ന ഇപ്പൊ ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് എത്താൻ കാരണം തന്നെ സുപ്രീം കോടതിയുടെ ഇടപെടലാണ്. പിന്നെ അതിലുപരി ഇപ്പൊ കിടന്ന് വാകിരുന്ന ഇതേപോലുള്ള മാധ്യമ പ്രവർത്തകരും ഇത് കണ്ടില്ല എന്ന് നടിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നുന്നുണ്ട്. ഒന്ന് ആലോചിക്കും, നമ്മുടെ ഒരു ജില്ലയിൽ 28 പിഞ്ചു കുട്ടികളൊക്കെ ഇതേപോലെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടും അതൊന്നും അറിയാതെ പോയ ഒരു സമൂഹത്തിലാണല്ലോ ഞാനും ഉൾപ്പെട്ടതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.